നേരത്തെ എം.എസ്. സൂചിപ്പിച്ചിരുന്നു. വി എൻ വാസവൻ അടക്കം പ്രതികരിക്കുന്ന ഒരു സമയത്ത് കൃത്യമായി പരസ്പരം വീഴ്ചകൾ തള്ളിപ്പറയാനാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഔദ്യോഗിക വീട്ടിലേക്ക് BJP പ്രവർത്തകർ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ വീട്ടിലേക്ക് എത്തുന്ന മുറയ്ക്ക് പോലീസ് തടയും. ഇപ്പോൾ അവർ പ്രകടനമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രണ്ട് ഖണ്ഡങ്ങളിലായിട്ട് നമ്മൾക്കത് കാണാം. ഒരു ഭാഗത്ത് ഈ സംസ്കാര ചടങ്ങുകളുടെ തത്സമയ ദൃശ്യങ്ങൾ ഉണ്ട്, മറുഭാഗത്ത് ഇതടക്കമുള്ള വിഷയങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് BJP പ്രവർത്തകർ തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് തത്സമയം പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഒരു ഭാഗത്ത് കട്ടലേരെ ക്യാമറ ഇപ്പൊ റെഡി ആവേ കേട്ടാ. കട്ടലേരെ ക്യാമറ കട്ടയില്ല ആശുപത്രിയിൽ കെട്ടിടം തകർന്ന് മരിച്ച ബിന്ദുവിന്റെ സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം നടക്കാൻ പോകെ സംസ്ഥാന വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങൾ നടത്തുകയാണ് പ്രതിപക്ഷ സംഘടനകൾ. തിരുവനന്തപുരത്ത്
ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഔദ്യോഗിക വീട്ടിലേക്ക് BJP പ്രവർത്തകർ നടത്തിയ പ്രകടനം അത് പോലീസ് തടയുന്നു, ജലപീരങ്കി പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നു. സൂര്യഗായത്രി വിവരങ്ങൾ നൽകുന്നു തത്സമയം. BJPയുടെ നേതൃത്വത്തിൽ അതിശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് മന്ത്രി വീണ ജോർജിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് ഇപ്പോൾ നടത്തുന്നത്. കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസും KSUവും അതുപോലെ തന്നെ യൂത്ത് ലീഗ് ഉൾപ്പെടെയുള്ളവർ വീണ ജോർജിന്റെ ഔദ്യോഗിക വസതിയിലേക്കും അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റിലെ വീണ ജോർജിന്റെ ഓഫീസിലേക്കും അടക്കം കടുത്ത പ്രതിഷേധം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ BJP ശക്തമായിട്ടുള്ള പ്രതിഷേധം നടത്തുന്നത്. 100ഓളം വരുന്ന പ്രവർത്തകരാണ് ഈ പ്രതിഷേധം നടത്തുന്നത്. മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധക്കാർ ഇപ്പോൾ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ഈ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകുന്നുണ്ട്. പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ്. 3 പ്രാവശ്യമാണ് പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. ശക്തമായിട്ടൊരു പ്രതിഷേധം BJP പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. മന്ത്രി വീണ ജോർജിനെതിരെ വലിയ രോക്ഷം പ്രതിപക്ഷവും BJPയും ഒക്കെ തന്നെ ഉയർത്തുകയാണ്. 4ാമതും